Hi friends, welcome to Nimz Favorites. ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്നോമാൻ മേക്കിംഗ് ആണ് ട്ടോ. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു വൈറ്റ് സോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു വൈറ്റ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് സോക്സിനുള്ളിലോട്ട് ഈ ഒരു ക്ലോത്ത് നല്ലപോലെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ തന്നെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഈ ഒരു സോക്സിൻ്റെ ആ ഒരു വലുപ്പത്തിലൊന്നും നമുക്ക് സ്നോമാൻ ആവശ്യമില്ല. ഈ കാണുന്ന ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചല്ലോ, ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ നമുക്ക് സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ്റെ നേരെ സെൻറ്ററിലായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കണം. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ ചുറ്റിച്ചിട്ട് ടൈറ്റ് ചെയ്തപ്പോൾ റെഡി ആയില്ല. ഞാൻ ഒരു തവണ കൂടി ചുറ്റിച്ചപ്പോഴാണ് ശരിക്കും ആ ഒരു സ്നോമാൻ്റെ ഷേപ്പ് കിട്ടിയത്. അപ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ശരിക്കും കറക്റ്റ് സ്നോമാൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ 3 തവണ ചുറ്റിച്ചെടുത്തു. അപ്പോൾ ഇപ്പം നമുക്ക് കറക്റ്റ് സ്നോമാൻ്റെ ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മുകളിൽ നമ്മൾ സോക്സിൻ്റെ കുറേ ഭാഗം ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് നേരെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കണം. ആ സോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നത് പോലെ ഉള്ളിലേക്കാക്കി കൊടുക്കാം. അപ്പോൾ കുറേ ഉള്ളിലേക്കാക്കി കഴിഞ്ഞാൽ ഒരു തുമ്പ് നമുക്ക് പിടിക്കാൻ വേണ്ടി എടുക്കാം. പിടിക്കാൻ വേണ്ടി ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ഉള്ളിലേക്കാക്കുക. എന്നിട്ട് കുറച്ച് ഭാഗം നമ്മൾ അവിടെ പിടിച്ചിട്ട് വീണ്ടും റബ്ബർ ബാൻഡ് വെച്ച് കൂട്ടി പിടിച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ക്രിസ്മസ് ക്രാഫ്റ്റിൽ ഏറ്റവും ഈസിയുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. സ്നോമാൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് പേപ്പർ എടുത്തിട്ട് ഒരു കോൺ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി, ഒട്ടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു കോൺ പോലെ ആക്കിയിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ആ ഒരു സ്നോമാൻ്റെ ലുക്കിൽ ഏറ്റവും മുകളിൽ കുറച്ച് പോർഷൻ ബാക്കി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് ക്യാപ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ക്യാപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മുകളിലും താഴെയായിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ് കേട്ടോ കിട്ടുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു ക്യാപ്പിൻ്റെ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൻ്റെ ടോപ്പ്, നമ്മളെ മൂടി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മൂടീൻ്റെ മുകളിലാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു പോർഷൻ വെക്കണം. അതിന് വേണ്ടി വേറെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ക്ലോത്തിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ക്രിസ്മസ് വൈബ് വരുന്നൊരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ റെഡ്, പിന്നെ ഇതുപോലെ പാറ്റേൺ വരുന്നതൊക്കെ നമുക്ക് ക്രിസ്മസിന് യൂസ് ചെയ്യാം. ഇതുപോലെ ഉള്ളിലാക്കിയിട്ട് ഞാനിത് ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നേരത്തെ ആ ക്യാപ്പിൻ്റെ ആ ഒരു ആക്കിയ സംഭവത്തിൻ്റെ മുകളിലായിട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു കുട്ടി ക്യാപ്പ് പോലെ നമുക്ക് കിട്ടും. ഇത് നല്ലപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു കുട്ടി ക്യാപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലേസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ സ്നോമാൻ്റെ തലയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉള്ളിൽ ആ ഒരു ടോപ്പിൻ്റെ മുകളിലും ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ആ ഒരു ക്യാപ്പിൻ്റെ ഏറ്റവും അറ്റത്ത്, ആ പേപ്പറിൻ്റെ അറ്റത്തും ആക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ശരിക്കും അവിടെ ഫിക്സ് ആയത്. ഇപ്പം നമുക്ക് സ്നോമാൻ്റെ ഏകദേശം ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണും മൂക്കൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അതേ ക്ലോത്ത് തന്നെ എടുത്തിട്ട് ഒരു ബെൽറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നേരത്തെ തലയിൽ ആ കെട്ടി വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കെട്ടണം കേട്ടോ. ഞാൻ ആദ്യം കെട്ടിയപ്പോൾ ഇവിടെയാണ്, പിന്നെ ഞാൻ റെഡിയാക്കി നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ക്ലോത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഷാളൊക്കെ, തണുപ്പിൽ നമുക്ക് ഷാളൊക്കെ നമ്മൾ കഴുത്തിലൂടെ ഇടുമല്ലോ, ആ ഒരു ലുക്കാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ നമുക്ക് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് കണ്ണൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് പേപ്പർ തന്നെ ജസ്റ്റ് റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് അവിടെ ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 2 കണ്ണും പിന്നെ നമ്മുടെ ആ ഒരു മൂക്കും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര ആയപ്പോൾ ഞാൻ വിചാരിച്ചു സ്നോമാൻ ആയി എന്ന് വിചാരിച്ചു. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ മിസ്സിങ് പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പീസ് റെഡ് ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു ക്യാപ്പിൻ്റെ അവിടെ ഒന്ന് കെട്ടി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഭംഗി ഉണ്ടാവുമെന്നറിയില്ല. റെഡ് വരുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് വൈബിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പേപ്പറിൽ നിന്ന് നമ്മുടെ
ആ ഒരു ചെടിയുണ്ട്, ഇലയും ആ ഒരു ഫ്രൂട്ട് പോലത്തെ സംഭവം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ആ ക്യാപ്പിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഫൈനൽ ലുക്ക് കാണാം.